ഞാനിത് ഞാനിപ്പോൾ ഈ കത്രികയും തുണിയായിട്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എല്ലാവർക്കും അറിയത്തില്ലാത്തൊരു സംഭവമാണ്. നമ്മളൊരു കത്രിക മേടിക്കുമ്പോൾ എങ്ങനെ കട്ട് ചെയ്ത് നോക്കണമെന്നുള്ളത്. അപ്പം നമ്മൾ കത്രിക പിടിക്കേണ്ടത്, ഇപ്പം ഇതൊരു കത്രികയാണ്, ഇതൊരു 8 വർഷം പഴക്കമായ കത്രിക. ഇപ്പോൾ ഇതിൽ നമ്പരൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചാണയ്ക്ക് പിടിക്കാനുണ്ട്. അപ്പോൾ ചാണയ്ക്ക് പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കത്രികയാണ്. ചാണയ്ക്ക് പിടിച്ച കത്രികയാണ്. അപ്പോൾ എന്താ ഈ കത്രികയൊക്കെ ആയിട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനൊരു സംഭവമുണ്ട്. പലർക്കും അറിയില്ല കത്രിക എങ്ങനെ മേടിക്കണം എന്നുള്ളത്. ഇപ്പം ഇതിപ്പം 7 വർഷം പഴക്കമുള്ള കത്രികയാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതും വരുന്നത് ഒരു 7 വർഷം പഴക്കമുള്ള കത്രിക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഷോപ്പിൽ യൂസ് ചെയ്യുന്ന കത്രികയാണ് ഇത് കാണുന്നത് ഒരു കസ്റ്റമറുടെ കത്രിക. ഇനിയിപ്പം നമ്മളിത് ഇത് കാണുന്നത് നമ്മൾ പുതിയൊരു കത്രികയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിൽവർ ബുൾ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു കത്രികയാണിത്. ഇപ്പോൾ ഈ ഒരു കത്രിക ഇപ്പം ഒരു കസ്റ്റമർ വന്നിട്ട് ഞാനിത് കാണിച്ചു കൊടുക്കുമ്പം ഇതെങ്ങനെയാണ് ഇത് കസ്റ്റമർ വന്ന് മുറിച്ചത്. കസ്റ്റമറോട് ഞാൻ പറയുന്നത് തുണി നിങ്ങൾ മുറിച്ച് നോക്കുക. കസ്റ്റമർ ഇത് തുണിയെല്ലാം ചൂറ്റി പിടിച്ച് ഇങ്ങനെയൊക്കെ മുറിച്ച് നോക്കും. ഒരിക്കലും നമ്മൾ കത്രികയുടെ അലൈൻമെൻറ്റ് നമ്മൾ ഇങ്ങനെ മുറിച്ചിട്ട് അറിയാൻ വേണ്ടി പറ്റില്ല. ഒരു സിമ്പിളായിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ, നമുക്കിത് ഇങ്ങനെ ഒരു ചെറിയ പീസ് തുണി എടുക്കുക. ഈ കത്രികയുടെ എൻഡ് ഉണ്ടല്ലോ, ഈ എൻഡ് വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് ഇതേപോലെ കട്ട് ചെയ്ത് നോക്കാം. ഇതേപോലെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ കത്രിക നല്ല കത്രികയായിരിക്കും. ഇതിപ്പം ഞാനിപ്പം കാണിച്ചത് സിൽവർ ബുൾ എന്ന് പറയുന്ന ബ്രാൻഡാണ്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പം അടുത്ത ബ്രാൻഡ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇത് ഫ്ലൈയിങ് ഡ്രാഗൺ എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയതായിട്ട് വന്ന ലേറ്റസ്റ്റ് ബ്രാൻഡാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാണ്. ഇതൊന്ന് നോക്കിക്കോളൂ. ജസ്റ്റ് എഡ്ജ് കട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ കട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി. നമുക്ക് ഏത് കത്രികയുടെയും നമുക്കിത് ഈ എഡ്ജ് കറക്റ്റ് ആണെങ്കിൽ കത്രിക എപ്പോഴും നല്ലതായിരിക്കും. ഇനി എഡ്ജ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അലൈൻമെൻറ്റ് പോയതായിരിക്കും. ഒരിക്കലും നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് കത്രിക ടെസ്റ്റ് ചെയ്ത് നോക്കരുത്. നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ചെറിയൊരു കഷ്ണം തുണി എടുക്കുക, ഇതേപോലെ ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കുക. ഈ കട്ടിങ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കത്രിക നല്ല കത്രികയായിരിക്കും. നല്ലൊരു അറിവാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.